Hello everyone, welcome to G-Pod SSLC. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Pod 10th ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം ഒബ്ലിക് എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജോഗ്രഫിയിൽ ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 7. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചാപ്റ്റർ 7 പ്രതീക്ഷിക്കും കേട്ടോ. ഇന്ത്യ എക്കോണമി, ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, വളർച്ചയും പരിവർത്തനം എന്നുള്ള ഈ 7ാമത്തെ ചാപ്റ്റർ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, ഈ ചാപ്റ്റർ എന്താ നിങ്ങൾക്ക് ടഫാണോ ഈസി ആണോ എന്നുള്ള ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി ആണോ ജോഗ്രഫി ആണോ ടഫ്, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് ഇത്രയും ടോപ്പിക്കുകൾ ഓർത്ത് വെക്കുക. ഇത് ഞാൻ ചില ടോപ്പിക്കുകളുടെ സ്റ്റാർ ഇടും അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ഇടും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ചയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. അതിനെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, അതിൻ്റെ ഡ്രോബാക്സ് അഥവാ അതിൻ്റെ പോരായ്മകൾ എന്ത് ചെയ്യണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സും, ഈ 3 എണ്ണം, അതായത് മാനവ വികസന സൂചിക, ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക, സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക, ഇത് തന്നെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഥവാ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയുടെ 3 ടേബിൾ ഉണ്ട്. ഒരു ടേബിളിൽ ഇതിന്റെ ലക്ഷ്യങ്ങൾ അഥവാ ഗോൾസ് തന്നിട്ടുണ്ട്. ആ ഗോൾസ് അഥവാ ലക്ഷ്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, 1-2 മാർക്കിന് ചോദിക്കും. പിന്നെ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് എന്ത്, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗില്ല, ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്ട്രക്ചർ, അതേപോലെ അതിൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ, അതേപോലെ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യും, എക്സാമിന് 2-3 മാർക്കിന് ചോദിക്കും കേട്ടോ. പിന്നെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഈ 3ഉം ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇത് 3ഉം അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ 1991 എക്കണോമിക് റിഫോംസ്, 1994 സാമ്പത്തിക പരിഷ്കരണങ്ങൾ, അതിലേക്ക് നയിച്ച കാരണങ്ങൾ അല്ലേ, അതിനുണ്ടായ ഇടയാക്കിയ സാഹചര്യങ്ങൾ, അത് പഠിച്ചു വെക്കണേ. ഗൾഫ് വാർ, ഗൾഫ് യുദ്ധം അടക്കമുള്ള കാരണങ്ങളുണ്ടല്ലോ, ആ പോയിന്റ് ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചോ, 4 മാർക്കിന് എക്സാമിന് ചോദിക്കട്ടോ. അപ്പോൾ ഇന്ത്യയിൽ 1991 LPQയിൽ നിന്ന് LPGയിലേക്ക് മാറിയതാണ് എക്കണോമിക് റിഫോം അഥവാ സാമ്പത്തിക പരിഷ്കരണം. ഈ സാമ്പത്തിക പരിഷ്കരണത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് അല്ലെങ്കിൽ കാരണങ്ങൾ പഠിക്കും. പിന്നെ നോളജ് എക്കോണമി, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, നമ്മുടെ KDISC ഉണ്ടല്ലോ, KDISC അടക്കമുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ എന്ത്, കേരള സ്റ്റാർട്ടപ്പ് മിഷന്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ്. അതിൽ പെർ ക്യാപിറ്റ ഇൻകം, അതായത് പ്രതിശീർഷ വരുമാനം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ 3 ഇൻഡെക്സ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സ്, സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് റിഫോംസ്, 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ മൊത്തം നിങ്ങൾ പഠിക്കണം, പക്ഷേ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നല്ലൊരു മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ, നിങ്ങളുടെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ 1 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാം. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് ഇതേപോലെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചെന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണം. നിങ്ങൾക്ക് ഇതിൻ്റെ 1 ഷോട്ട്, റെക്കോർഡ് ക്ലാസ്, നോട്ടുകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തത് എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. അപ്പോൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edu.pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. കാരണം 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റാക്കുക, അടിപൊളിയാക്കുക, ഓക്കെ ആക്കുക. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ 10ാം ക്ലാസ് ആണ്, ആ ഒരു സീരിയസ്നെസ് മനസ്സിൽ വേണം. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റൂ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. നിങ്ങൾ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഈ ഒരു ഹോംവർക്കിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഇതേപോലെ ചോദ്യങ്ങളും നോട്ടുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങൾ സെറ്റ് ആവും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.